ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലെ ആദ്യ ലെസ്ബിയൻ കപ്പിളായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ആദിലയും നൂറയും. ആരാണ് ആദിലയും നൂറയും? കേരള സമൂഹത്തിന് ഒട്ടുമങ്ങോട്ട് മാച്ചാവാത്ത രണ്ടുപേരാണ് അവർ എന്ന് പറയുന്നതായിരിക്കും സത്യം. മാറി വരുന്ന സാമൂഹിക ചിന്തകളിൽ ഇവരെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഇവരെ അംഗീകരിക്കാൻ സാധിക്കാത്തവർ ഇപ്പോഴുമുണ്ട്. എന്നാൽ ഒരു വലിയ വിഭാഗം ഇവരെ അംഗീകരിക്കുന്നുമുണ്ട്. പഠനകാലത്താണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത്. രണ്ടുപേർക്കും പരസ്പരം പിരിയാൻ പറ്റാത്ത അത്രയും ഇഷ്ടം. നൂറ ഒരിക്കൽ നാട്ടിൽ പോയി. ആ സമയത്താണ് നൂറ തന്റെ ആരാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. പരസ്പരം കാണാൻ സാധിക്കാതെ വന്ന നിമിഷമാണ് ആദില ആ സത്യം മനസ്സിലാക്കുന്നത്. താൻ അവളെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൾക്കും ഇതേ അവസ്ഥ തന്നെ. എന്നാൽ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അവസാനം അവർ പരസ്പരം മനസ്സിലാക്കി. അവരുടെ പ്രണയം അവർ കണ്ടെത്തി. തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് പ്രണയമാണെന്നും സൗഹൃദത്തിനപ്പുറം തീവ്രമാണ് ഈ ബന്ധമെന്നും അവർ രണ്ടുപേരും മനസ്സിലാക്കി. പിന്നീട് അങ്ങോട്ട് ആ പ്രണയത്തെ മനസ്സിലാക്കിയുള്ള ജീവിതമായിരുന്നു രണ്ടുപേരുടെയും എന്ന് പറയുന്നതാണ് സത്യം. വളരെ മനോഹരമായി തന്നെയാണ് ഇവർ ഇവരുടെ പ്രണയത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം ഇത് കണ്ടുപിടിച്ചത് ഉമ്മമാരാണ്. ഇരുവരും പരസ്പരമുള്ള ചാറ്റുകൾ, ആ ചാറ്റുകളിൽ സാധാരണ കമിതാക്കൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടതോടെയാണ് കാര്യം മനസ്സിലായത്. ഇനി ഈ സൗഹൃദം വേണ്ട എന്ന് ഉമ്മമാർ തീരുമാനിച്ചു. എന്നാൽ പുരുഷന്മാരോട് ഒരു ആകർഷണവും തോന്നുന്നില്ല എന്നും ആകർഷണം തോന്നുന്നത് സ്ത്രീകളോട് മാത്രമാണെന്നും ആദിലയും നൂറയും വീട്ടിൽ തീർത്തു പറഞ്ഞു. എന്തിനാണ് പുരുഷന്മാരോട് ആകർഷണം തോന്നുന്നത് എന്നായിരുന്നു അതിന് കിട്ടിയ മറുപടി. അതോടെ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അവർക്ക് തോന്നി. അവസാനം ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്താണ് ഇവർ ഒരുമിക്കുന്നത്. ഇവരുടെ വിവാഹം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറിയിരുന്നു. വലിയ വിജയം നേടിയ ഒരു വിവാഹം തന്നെയാണ് ഇവരുടേത് എന്ന് പറയാതെ വയ്യ.